നമസ്തേ. ദേഷ്യം, ഭയം, സ്വാധീനം. ചില സമയങ്ങളിൽ നമ്മളെ ആരോ നിരീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു തോന്നൽ, രാത്രികാലങ്ങളിൽ ഒരു നിഴൽ മാറിപ്പോയതുപോലെയോ അല്ലെങ്കിൽ സംബടി നമ്മളെ ഒബ്സർവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു തോന്നൽ. നമ്മുടെ ഈ തോന്നലുകൾ കേവലം തോന്നലുകൾ മാത്രമാണോ? ആത്മീയതയിലേക്ക് നോക്കുന്ന സമയത്ത് സെമിറ്റിക് റിലീജിയൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ദൈവത്തിന് പിശാജ് ഒരു എതിരാളിയായിട്ടുണ്ട്. ഈ പിശാജിന്റെ കൂടെയുള്ള കൂട്ടാളികളും ഉണ്ട്. അവരെ ഡീമൺസ് എന്നൊക്കെയാണ് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഡീമനോളജി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പഠനശാഖ തന്നെ നമുക്ക് ഉള്ളതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഹിന്ദുയിസത്തിലേക്ക് വരികയാണെങ്കിലും അതുപോലെ തന്നെ ന്യൂ ഏജ് സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലേക്ക് നോക്കുകയാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ വീക്ഷണ ആംഗിൾസിൽ നിന്ന് നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ തത്തുല്യ ശക്തിയായിട്ട് ഇത്തരത്തിലുള്ള ഈവിൾ അല്ലെങ്കിൽ നെഗറ്റീവ് എൻറ്റിറ്റീസിനെ കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ എക്സിസ്റ്റൻസിനെ നിരാകരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഈവിൾ ഓർ നെഗറ്റീവ് എൻറ്റിറ്റീസ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് സ്പിരിച്വാലിറ്റിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും ഒരു വ്യക്തി എന്നോട് ചോദിക്കുകയുണ്ടായി, ഈവിൾ സ്പിരിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നുള്ള രീതിയിൽ. ചില സയന്റിഫിക് പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ കാണുന്നത് പോലെയല്ല അവിടെ നെഗറ്റീവ് എനർജിയെ കാണുന്നത്. സയൻസിനെ സംബന്ധിച്ചിടത്തോളം അത് ഡിഫറൻ്റ് ആണ്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു മെറ്റഫിസിക്കൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ നോക്കിക്കൊണ്ടാണ്. ഈ കാര്യങ്ങളൊന്നും ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്ത കാര്യങ്ങളല്ല, കാരണം അത് ശാസ്ത്രത്തിന്റെ പരിധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ ഈവിൾ എൻറ്റിറ്റീസ് നമ്മളുടെ ചുറ്റിനുമുണ്ടോ? അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ? നമ്മളെ ഭയപ്പെടുത്താനും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആകുലത ഉണ്ടാക്കാനും നമ്മളുടെ ചിന്തകളെയും പ്രവർത്തികളെയും ഒക്കെ സ്വാധീനിക്കാനായിട്ട് ഇതിന് സാധിക്കുന്നുണ്ടോ? സെമിറ്റിക് റിലീജിയൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ദൈവത്തിന് ഒരു ഒപ്പോണന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പിശാചിനെയും പിശാചിന്റെ കൂട്ടാളികളായിട്ടുള്ള ഡീമൺസിനെയും ഒക്കെ കാണുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ന്യൂ ഏജ് സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ ഹിന്ദുസത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇതിന് കുറച്ചും കൂടെ വിശദമായിട്ടുള്ള വിശദീകരണങ്ങളാണ് നൽകുന്നത്. കാരണം മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ വിവിധ തരത്തിലുള്ള ആത്മീയ തലങ്ങളെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാനസിക തലം, അസ്ട്രൽ തലം, അല്ലെങ്കിൽ ജ്യോതിഷ തലം, അതിനുശേഷം കാരണതലം, ദൈവത്തിൻ്റെതായിട്ടുള്ള ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവസ്ഥയുടെ തലമായിട്ടുള്ള കാരണതലത്തിനെ കുറിച്ചും ഒക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഈ തലങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ അസ് എബോവ് സോ ബിലോ, അസ് വിത്തിൻ സോ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിനും ഈ പറയുന്ന വിവിധ മാനങ്ങൾ, വിവിധ ഡയമെൻഷൻസ് അല്ലെങ്കിൽ തലങ്ങളുണ്ട്. ഈ തലങ്ങളെ നമുക്ക് സാധാരണ രീതിയിൽ കാരണശരീരം അല്ലെങ്കിൽ കോസൽ ബോഡി എന്ന് പറയുന്നുണ്ട്, അസ്ട്രൽ ബോഡി എന്ന് പറയുന്നുണ്ട്, ഇതറിക് ബോഡി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ മുൻപ് വളരെയധികം വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഞാൻ ഒന്നും കൂടി എടുത്തു പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറൻറ്റ് തലങ്ങൾ ഉണ്ടായിരിക്കെ നമ്മൾ എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ ഭയം ഉണ്ടാകുന്നു. കാരണമില്ലാതെയും കാരണത്തോടു കൂടിയും ഭയം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പലവിധ മാനസിക പ്രശ്നങ്ങളുടെ ഫലമായിട്ട് നമുക്ക് വിവിധ അനുഭവങ്ങൾ വരുന്നുണ്ട്. ശാരീരിക പ്രശ്നങ്ങളുടെ ഫലമായിട്ട് നമുക്ക് വിവിധ അനുഭവങ്ങൾ വരുന്നുണ്ട്. എന്നാൽ സ്പിരിച്വൽ ലെവലിലേക്ക് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തില്ല എന്ന് കരുതി വളരെ പ്രാചീന കാലം തൊട്ടേ മനുഷ്യൻ സംസാരിക്കുകയും അല്ലെങ്കിൽ നിരീക്ഷിക്കുകയും ചെയ്തതും അല്ലെങ്കിൽ ഇന്നും ഒരുപാട് ആളുകൾ ഒബ്സർവ് ചെയ്തതും അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. അനുഭവം എന്ന് പറയുന്ന സമയത്ത് അതിന് ഞാൻ ഏറ്റവും വലിയ വില കൊടുക്കുന്ന ഒരു കാര്യമാണ്. കാരണം പല കാര്യങ്ങളും സയന്റിഫിക്കലി ഒബ്ജക്റ്റീവായിട്ട് തെളിയിക്കുന്ന ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ ഈ അനുഭവങ്ങൾ ഒരുപാട് വന്നു പോയിട്ടുണ്ടായിരിക്കും. അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഫെനമനോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അവന്റെ സബ്ജക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ്. നമുക്ക് അതിനൊരു സയന്റിഫിക് കണ്ണിൽ കൂടെ നോക്കിയിട്ട് ഒരു എംപീരിക്കൽ ഡാറ്റ വെച്ചുകൊണ്ട് ഒബ്ജക്റ്റീവായിട്ട് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തുക എന്നൊക്കെ ഉള്ളത് വിഷമമാണ്. പക്ഷെ നമ്മളുടെ ഈ ഷോർട്ടായിട്ടുള്ള മനുഷ്യ ജീവിതത്തിൽ അനുഭവങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റ്സ് അല്ലെങ്കിൽ ഈവിൾ എൻറ്റിറ്റീസ് അസ്ട്രൽ ലെവലിലാണ് യഥാർത്ഥത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള എൻറ്റിറ്റീസിന് ഒരു സ്ഥാനം ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്കുണ്ടാകുന്ന സെൻസേഷൻസിന് അപ്പുറത്തായിട്ടുണ്ടാകുന്ന എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻസ് അല്ലെങ്കിൽ അതീന്ദ്രിയമായിട്ടുള്ള അനുഭവങ്ങളെ വിശദീകരിക്കുക എന്ന് പറയുന്നത് വളരെ കോൺട്രോവേഴ്ഷ്യൽ ആണ്, വളരെ ശ്രമകരവുമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ മനുഷ്യനെ ട്രിഗർ ചെയ്യുന്ന മനുഷ്യന്റെ ബയോ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സിന് അപ്പുറത്തേക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള എലമെന്റ്സ്, അതിന്റെ തലങ്ങള്, അവിടെ ആരൊക്കെയാണുള്ളത്, അവരെങ്ങനെയാണ് എസ്പെഷ്യലി നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ബീയിങ്സിനെ കുറിച്ചും ഇതിൽ നിന്നൊക്കെ എങ്ങനെ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത ആളുകൾക്ക് കുറച്ച് പുതിയ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചിലപ്പോൾ അനുഭവങ്ങളും അല്ലെങ്കിൽ കൺവിൻസ്ഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇതൊന്നും പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള യാതൊരു അവകാശവാദവും ഇവിടെ ഞാൻ പറയുന്നില്ല. അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള വീക്ഷണങ്ങള്, അനുഭവങ്ങള്
കുറച്ച് കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള ആളുകളിൽ നിന്ന് സംസാരിച്ച് മനസ്സിലാക്കിയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ടച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഇത് കാണുന്നതായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളതിലും യാതൊരു സംശയമില്ല. ആ ആളുകൾക്ക് അവരുടെ അനുഭവങ്ങൾ ഒരുപാട് പേര് നമ്മളോട് ഓൾറെഡി കമന്റുകളിലൂടെ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതുമാണ്. പ്രധാനമായിട്ടും എങ്ങനെയാണ് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഈവിൾ എൻറ്റിറ്റീസ് നമ്മളെ സ്വാധീനിക്കുന്നത്? കോപം, ഭയം, സ്വാധീനം, ഈ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അടയാളങ്ങളാണ് നെഗറ്റീവ് എനർജി നമ്മളെ വേട്ടയാടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റ്സുമായിട്ടുള്ള എൻകൗണ്ടറിൽ നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുള്ളത്. അത് ഓരോ അടയാളങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് അതിനെയൊക്കെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതിനപ്പുറത്തേക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈവിൾ സ്പിരിറ്റ്സ് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പല അവസ്ഥകളുണ്ട്. ഒന്നാമതായിട്ട് പിശാച് എന്ന് പറയുന്ന ഒരു ശക്തി, അല്ലെങ്കിൽ സാത്താൻ എന്ന് പറയുന്ന ലൂസിഫർ പണ്ടൊരു മാലാഖയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ബെയറർ, പ്രകാശം കൊണ്ടുവരുന്നവൻ എന്നുള്ള രീതിയിലാണ് ലൂസിഫർ എന്നുള്ള വാക്കിന്റെ അർത്ഥമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ഉള്ളില് അഹങ്കാരവും, അല്ലെങ്കിൽ അദ്ദേഹത്തിനും ദൈവത്തെ പോലെ ആരാധിക്കപ്പെടണം, എന്തുകൊണ്ട് ആരാധിക്കപ്പെട്ടു കൂടാ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അതിനുശേഷം ദൈവം എല്ലാം അറിയുന്നവനാണ്. ദൈവം അദ്ദേഹത്തിനും ഫ്രീ വില്ല് കൊടുക്കുകയാണ്. അതായത് മനുഷ്യന് തന്നതുപോലെ തന്നെ ഈ പറയുന്ന സാത്താൻ അല്ലെങ്കിൽ പിശാചിനും ദൈവം ഫ്രീ വില്ല് കൊടുക്കുകയാണ്. അങ്ങനെ മാലാഖമാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഈ ഒരു മാലാഖ ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് ആവുകയാണ്. ആ കൂട്ടത്തിൽ അവന് സപ്പോർട്ടീവായിട്ട് നിന്നിരുന്നതായിട്ടുള്ള ചില മാലാഖമാർ, അവരാണ് പിന്നീട് ഡീമൺസ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന്റെ കൂടെ കൂട്ടുചേരുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ സാത്താൻ വാണ്ട്സ് ടു പ്രൂവ് ഹിംസെൽഫ്, അവനെ തന്നെ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ദൈവത്തിന്റെ പിന്നീടുള്ള മറ്റൊരു ശ്രേഷ്ഠമായ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യന്റെ ആത്മാക്കളെ കീഴ്പ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഒരു ദൗത്യവുമായിട്ട് അവനും ഡീമൺസും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അവൻ ഭൂമിയിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ ക്രിസ്ത്യാനിറ്റിയിൽ നമുക്ക് വിശദീകരണം കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഭൂമിയിലുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഭൂമി, പ്രപഞ്ചത്തിന്റെ ഒരു വളരെ ചെറിയൊരു പോയിന്റ് ആയിട്ടുള്ള ഭൂമി എന്ന് പറയുന്ന സമയത്ത് ഭൗതികമായിട്ടുള്ള അവസ്ഥയ്ക്ക് അപ്പുറത്തേക്കുള്ള അവസ്ഥകൾ, അതായത് ഡിഫറെന്റ് ഡയമെൻഷൻസ് സൈമിൾട്ടേനിയസ്ലി അറ്റ് 1 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഒന്ന് മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ എന്തു തന്നെ ആയാലും ഇതെല്ലാം ആയിരിക്കുന്നത് ഒന്നിൽ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ പല കാര്യങ്ങളും ഉണ്ട്. നമ്മളതിനെ നല്ലതും ചീത്തയായിട്ട് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ ദൈവത്തിന്റെ എനർജി സകല ചരാചരങ്ങളെയും താങ്ങി നിർത്തിക്കൊണ്ടും അല്ലെങ്കിൽ എല്ലാത്തിനെയും ഇങ്ങനെ ആക്കി നിർത്തുന്നതിലും പങ്കുവഹിക്കുന്ന ഒന്നാണ്. അപ്പൊ അതിനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു നെറ്റ്വർക്കിന് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുകയാണ്. മനുഷ്യൻ ചെയ്താലും പിശാച് ചെയ്താലും ഡീമൺസ് ചെയ്താലും ഒക്കെ അത് നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളാണ്. അപ്പൊ പിശാച് അവന്റെ ഡീമൺസ് എപ്പോഴും മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് ഈ ഇൻഫ്ലുവൻസ് വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ മുന്നോട്ട് പറയുന്ന സമയത്ത് മനസ്സിലാവും. രണ്ടാമതായിട്ട് മനുഷ്യൻ തന്നെ മനുഷ്യനെ സൈക്കിക് അറ്റാക്സ് അല്ലെങ്കിൽ ദുർമന്ത്രവാദം, ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്ന സങ്കേതങ്ങളിലൂടെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. വശീകരണം അല്ലെങ്കിൽ കൈവശം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ പ്രയോഗിക്കുന്നതായിട്ടുള്ള വിദ്യകളാണ്. ഈ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് മനുഷ്യന്റെ ഓറ എന്ന് പറയുന്ന സംഗതിയെ ഇൻഫ്ലുവൻസ് ചെയ്യുക, മനുഷ്യന്റെ ചക്രങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. മനുഷ്യന്റെ ഓറ വീക്കായിട്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സൈക്കിക് അറ്റാക്സ് അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റ്സിന്റെ ഒക്കെ നെഗറ്റീവ് എനർജീസിന്റെ ഒക്കെ അറ്റാക്സ് ഉണ്ടാകുന്നതെന്നൊക്കെയാണ് പലരും ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് മനുഷ്യൻ ഹൈലി പവർഫുൾ ആയിട്ട് വളർച്ചയിലേക്ക് പോകുന്ന സമയത്തും അവന് ഇത്തരത്തിലുള്ള അറ്റാക്സ് ഉണ്ടാകും എന്നുള്ളതാണ്. അതൊക്കെ ഞാൻ ഇനി പറഞ്ഞു വരുന്ന സമയത്ത് മനസ്സിലാകും. എന്തു തന്നെയാണെങ്കിലും മനുഷ്യൻ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ എനർജീസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ അവന് വേണ്ട രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള സ്പിരിച്വൽ എനർജീസിനെ മിസ്യൂസ് ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയുമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഡീമൺസും മനുഷ്യനും മാത്രമല്ല, മനുഷ്യരിൽ നിന്ന് വേർപെട്ടു പോയതായിട്ടുള്ള ആത്മാക്കൾ അല്ലെങ്കിൽ അതിൽ നിന്ന് മോക്ഷം ലഭിക്കാത്തതായിട്ടുള്ള ഒരു അസ്ട്രൽ ലെവലിൽ തന്നെ കറങ്ങി നടക്കുന്നതായിട്ടുള്ള അവസ്ഥയിലുള്ള ആത്മാക്കൾ, അവരെയാണ് ദുരാത്മാക്കൾ അല്ലെങ്കിൽ മലവലൻ സ്പിരിറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഇത്തരത്തിലുള്ള ആത്മാക്കൾക്ക് ചില ദുഷ്ട ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവർക്ക് ഭൂമിയിൽ ജീവിച്ച് കൊതി തീരാത്തത് കൊണ്ട് അവരലയുന്നതായിട്ടുള്ള അവസ്ഥയിൽ അവര് മറ്റു മനുഷ്യരിൽ കൂടെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നതായിട്ടുള്ള അവസ്ഥ ചില ആളുകൾ, ഒരുപാട് പേര് പങ്കുവെച്ച് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോ ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരു മലയാള സിനിമയുണ്ട്, മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള. ആ ഒരു സിനിമയിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു സ്പിരിറ്റ് ഭൂമിയിൽ നിന്ന് മുൻപേ മനുഷ്യ ശരീരം വെടിയേണ്ടതായിട്ട് വന്നിട്ടുള്ള ഒരു സ്പിരിറ്റ് അതൊരു കുട്ടിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകളാണ് കാണുന്നത്. അപ്പോ അതിൽ പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നുണ്ട്, വളരെ ചെറിയൊരു ഊർജ്ജമാണ് സ്പിരിറ്റിനുള്ളത്.
പക്ഷേ ഈ കുട്ടിയിലൂടെ ആ ഊർജം പ്രവേശിക്കുന്ന സമയത്ത് അത് അതീവ ശക്തമാകുകയാണ്. ശരിക്കും നല്ല രീതിയിൽ റിസർച്ച് നടത്തിയിട്ട് ചെയ്ത ഒരു സിനിമയാണ് അത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വളരെ ശരിയായിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള സ്പിരിറ്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എനർജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസൂക്ഷ്മമാണ്, വളരെ സബ്റ്റിലാണ്. ഈ അതിസൂക്ഷ്മമായിട്ടുള്ള എനർജിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതിശക്തവുമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാരാസൈക്കോളജിയിലും മെറ്റഫിസിക്സിലും ഒക്കെ ഗവേഷണങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും സയന്റിഫിക്കലി പ്രൂൺ ആണെന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ല. ആ ഒരു മനസ്സ് വെച്ചുകൊണ്ട് വേണം കാണാനായിട്ട്. എൻ്റെ ഒരു വീക്ഷണമാണ് ഞാൻ ഇതിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇതുമായിട്ട് നിങ്ങളുടെ വ്യൂ പോയിന്റുകളെ തട്ടിച്ചു നോക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള സബ്റ്റിൽ എനർജീസിന്റെ ഇമ്പാക്ട് വളരെ വലുതാണ് എന്ന് പറയുന്ന സമയത്ത് അത് മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്ന സമയത്താണ് ഭൗതികമായിട്ടുള്ള അവസ്ഥയിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. ഭൗതികമായിട്ടുള്ള അവസ്ഥയിലുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള അവസ്ഥയുടെ അത്രയും പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ലോകത്ത് പോസിബിലിറ്റീസ് ഉണ്ട്, അവിടെ ആത്മാവിന് ശക്തി കുറവാണ്. എന്നാൽ അതേസമയം ഒരു അസ്ട്രൽ ലെവലിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഭൗതികമായിട്ടുള്ള ശരീരമുള്ള മനുഷ്യനേക്കാളും കൂടുതൽ പവർ ഉണ്ടായിരിക്കുന്നത് ആ അസ്ട്രൽ ലെവലിലുള്ളതായിട്ടുള്ള എൻറ്റിറ്റീസിന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എനിവേ അസ്ട്രൽ ലെവലിലേക്ക് നമ്മൾ മെഡിറ്റേഷനിലൂടെയും അല്ലെങ്കിൽ അസ്ട്രൽ പ്രൊജക്ഷനിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ അഡപ്റ്റ്സിനെ കാണാനായിട്ട് സാധിക്കും, അതായത് പ്രബുദ്ധരായിട്ടുള്ള ആത്മാക്കളെ കാണാനായിട്ട് സാധിക്കും, ഗുരുക്കന്മാരെ കാണാനായിട്ട് സാധിക്കും, ഏഞ്ചൽസിനെ കാണാനായിട്ട് സാധിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ താഴെ ലെവലിലാണ് നെഗറ്റീവ് എൻറ്റിറ്റീസ് ഉള്ളത്. അസ്ട്രൽ ലെവലിന്റെ താഴെയുള്ള ആ ഒരു അവസ്ഥയിലാണ്. താഴെ മുകളിൽ നിന്നൊക്കെ ഉള്ളത് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഇതൊക്കെ അതീവ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇനി ഇത്തരത്തിലുള്ള സ്പിരിറ്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയുമായിട്ട് എൻകൗണ്ടർ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമതായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭർത്താവ് മദ്യപാനിയൊന്നും അല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പിതാവിൻ്റെതായിട്ടുള്ള ചില സ്വഭാവങ്ങൾ ഇയാളിൽ പ്രത്യക്ഷപ്പെടുകയാണ് എന്നുള്ള രീതിയിൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആത്മാവ് ഈ പറയുന്ന അസ്ട്രൽ ലെവലിൽ നിന്ന് പുറത്തേക്ക് പോകാത്തത് കൊണ്ടായിരിക്കാം, ഇതൊരു സ്പിരിച്വൽ റീസൺ കൊണ്ടാണ് അയാളുടെ ഭർത്താവിന് ഇത്തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടുള്ളത് എങ്കിൽ, അല്ലാത്ത പക്ഷം മാനസികമായിട്ടുള്ള അവസ്ഥകൾ കൊണ്ടും അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ളതും മറ്റ് ബയോ സൈക്കോ സോഷ്യൽ റീസൺസ് കൊണ്ടൊക്കെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതൊരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ചില സ്പിരിറ്റ്സ് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് മറ്റ് ശരീരങ്ങളെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അത് ഈ ഒരു അസ്ട്രൽ ലെവലിൽ തന്നെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ലോകത്ത് അതായിരുന്നതായിട്ടുള്ള സ്ഥലത്തുകൂടി ചുറ്റിപ്പറ്റി നിൽക്കാനുള്ള സാധ്യതകളൊക്കെ അധികമാണ് എന്നുള്ളതാണ് സ്പിരിച്വൽ ബിലീഫ്സിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിൽ ഇത് മനുഷ്യന്റെ ജീവിതത്തിന് വളരെ ഹാംഫുൾ ആയിട്ട് വരുന്ന അവസ്ഥ ഉണ്ടാകുന്ന സമയത്താണ് എക്സോർസിസം പോലെയും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇത്തരത്തിലുള്ള സ്പിരിറ്റ്സിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ കാസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ആവശ്യമൊക്കെ വരുന്നതും അവർ പ്രവർത്തിക്കുന്നതും. എനിവേ ഞാൻ ആ കാര്യങ്ങളിലേക്കല്ല ഇവിടെ പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ലക്ഷണങ്ങൾ, ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളിൽ ഒന്നാമതായിട്ടുണ്ടാകുന്നത് യു ആർ ബീയിങ് ഒബ്സർവ്ഡ് എന്നുള്ളൊരു അവസ്ഥയാണ്. സംബഡി ഈസ് വാച്ചിങ് എന്നുള്ളൊരു അവസ്ഥ. ഇപ്പൊ നമ്മൾ അസ്ട്രൽ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഷാഡോ പീപ്പിൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഴൽ മനുഷ്യർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണത്. എന്ന് വെച്ചാൽ നിഴലുകൾ കണക്കെ അതൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലും കൂടിയാണ് ഈ നിഴൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. മനുഷ്യനിൽ ഭയത്തിന്റെ നിഴലുകൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള, ഭീതിയുടെ നിഴലുകൾ, അസ്വസ്ഥതയുടെ നിഴലുകൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ചില സ്പിരിച്വൽ ബീയിങ്സ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും സംബടി നമ്മുടെ ഇടയിൽ നിന്ന് പോയിട്ടുള്ള ദുരാത്മാക്കളായിരിക്കാം, അല്ലെങ്കിൽ അത് ഡീമൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ അസ്ട്രൽ ലെവലിലുള്ള മറ്റ് നെഗറ്റീവ് എൻറ്റിറ്റീസും ആയിരിക്കാം. ഏത് രീതിയിലും ഇത് നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എനിവേ ഷാഡോ പീപ്പിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന അസ്ട്രൽ ലോകത്തിലെ ഒരു ആർക്കിടൈപ്പ് ആണ് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഭയം എന്ന് പറയുന്നത്. സംബഡി ഈസ് ഒബ്സർവിങ്, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലൊക്കെ എഴുന്നേക്കുന്ന സമയത്ത് ചിലർക്ക് ഭയങ്കര പേടിയാണ്. ആരോ എൻ്റെ മുറിയിൽ ഇരുന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജനലിൽ കൂടെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്തേക്കൊന്ന് ഇറങ്ങണമെങ്കിലൊക്കെ ഭയങ്കരമായിട്ടുള്ള പേടി, സംബഡി ഈസ് ഒബ്സർവിങ് എന്നുള്ളത്. ഈ പേടിയെ ഞാൻ ഈ ഒരു ആത്മീയ കാരണം കൊണ്ട് മാത്രമാണ് എന്നൊന്നും അല്ല ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ബട്ട് സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് എന്താണ് എന്നുള്ളത് വിശദീകരിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ടുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഇമ്പൾസീവ്നെസ് ആണ്. നമ്മൾ ലോജിക്കലായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും പ്രൊഡക്റ്റീവ് ആകാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇമ്പൾസിവിറ്റി എന്ന് പറയുന്ന സമയത്ത് വ്യഗ്രതപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള അവസ്ഥ മനുഷ്യരിൽ സംജാതമാകുന്നു. അതിന്റെ റിസൾട്ട് ആകട്ടെ ലോജിക്കലായിട്ട് ഒരു കാര്യം ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവായിട്ടുള്ള പരിണിത ഫലങ്ങൾ അല്ലെങ്കിൽ പരാജയമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. ബ്ലാക്ക് മാജിക്കിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ഇമ്പൾസിവിറ്റി മനുഷ്യരിൽ ഉണ്ടാകാറുണ്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഡീമൺസിന്റെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
ഇത്തരത്തിലുള്ള രീതിയിലൊക്കെയാണ് മനുഷ്യനെ ഇങ്ങനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ബീയിങ്സ് ആണെന്നാണ് പൊതുവെ വിശ്വസിച്ചു പോരുന്നത്. അടുത്തതായിട്ടുള്ളത് നമ്മുടെ വൈകാരികമായിട്ടുള്ള ഊർജ്ജം. നമുക്കൊരു കാര്യം പാഷനേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ വൈകാരിക ഊർജ്ജം അത്യന്താപേക്ഷിതമാണ്. ഈ വൈകാരിക ഊർജ്ജത്തിനെ ഊറ്റിയെടുക്കുന്നതായിട്ടുള്ള ചില അവസ്ഥകൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി എനർജി വാമ്പേഴ്സ് എന്ന് പറയുന്ന ആസ്ട്രൽ ആർക്കിടൈപ്പ് ആണ് ഇതിന് കാരണമാകുന്നത് എന്നാണ് പൊതുവെ വിശ്വസിച്ചു പോരുന്നത്. അതുപോലെ തന്നെ സെക്ഷൽ ആയിട്ടുള്ള സിൻസ് അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്യാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കും. അതുവഴി മനുഷ്യന്റെ എനർജിയെ ഊറ്റിയെടുക്കുന്നതുമായിട്ടുള്ള ചില സ്പിരിച്വൽ ആർക്കിടൈപ്സ് ആണ് ഇൻക്യുബസ് അതുപോലെ തന്നെ സക്യുബസ് എന്നൊക്കെ പറയുന്നത്. ഇൻക്യുബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷഭാവത്തിലുള്ള പുരുഷഭൂതങ്ങൾ എന്ന് പറയാനായിട്ട് സാധിക്കും. അവർ കൂടുതലും ടെംപ്റ്റ് ചെയ്യുന്നത് സ്ത്രീകളെയാണ്. പക്ഷെ ഇതിന്റെ വർക്കിംഗ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്ത്രീകൾ മറ്റുള്ള പുരുഷനെ വഴിതെറ്റിക്കുന്നത് പോലെ അവരിൽ പ്രവർത്തികൾ ഉണ്ടാക്കാനൊക്കെ ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. സെക്ഷൽ ഇമ്പൾസിവിറ്റി അല്ലെങ്കിൽ സെക്ഷൽ എനർജീസിനെയാണ് ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ മനുഷ്യനിലൂടെയും അല്ലാതെ നേരിട്ടും നൈറ്റ്മെയർസിലൂടെയും സ്വപ്നത്തിലൂടെയും മനുഷ്യന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള തോട്ട്സ് പ്ലാൻ ചെയ്യുന്നതിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവെ വിശ്വസിച്ചു പോരുന്നത്. ഈ പറഞ്ഞ ദുരാത്മാക്കൾ എന്ന് പറയുന്ന കാറ്റഗറി, അതുപോലെ തന്നെ ഇൻക്യുബസ്, സക്യുബസ്, ഈ പറയുന്ന കാറ്റഗറീസിനേക്കാളൊക്കെ പവർഫുൾ ആണ് ഡീമൺസ് എന്ന് പറയുന്നത്. ഡീമൺസിന് മനുഷ്യനെ പല രീതിയിൽ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനും ചില വ്യക്തികളെ തകർത്ത് കളയാൻ വരെ സാധിക്കും എന്നുള്ളതാണ്. ഇത് തടയുവാനായിട്ട് ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്ത് വിശദീകരിക്കുന്നതായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഇവർ നമുക്ക് ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ടുണ്ടാകുന്നത് അകാരണമായിട്ടുള്ള ലതാർജിക് ആയിട്ടുള്ള അവസ്ഥയാണ്, ക്ഷീണത്തിന്റെ അവസ്ഥയാണ്. ശാരീരികവും മാനസികവുമായിട്ടുണ്ടാകുന്നതായിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ മടുപ്പ്, വിമുഖത, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ബയോ സൈക്കോ സോഷ്യൽ കോസസ് കൊണ്ടാണോ അതുണ്ടാകുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ടാണോ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അവസ്ഥകൾ കൊണ്ടാണോ, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള വ്യക്തികളുടെ പെരുമാറ്റത്തിൽ നിന്നാണോ. ഈ അവസ്ഥ ചെക്ക് ചെയ്തു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി എല്ലാ ചെക്കുകളും നടത്തിയ സമയത്തും കുഴപ്പമൊന്നുമില്ല. ഒരു സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് പോയി ചെക്ക് ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിനും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ വ്യക്തിയുടെ അനുഭവങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പാരാസൈക്കോളജിയുടെ സാധ്യതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ലെഥാർജിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒരടയാളം മാത്രമാണ്. ചില വ്യക്തികളിൽ എപ്പോഴും പരാതി പറയുന്നതായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും അയാളെ വളരെ ഒബ്സസീവായിട്ട് അയാൾക്ക് കമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയറുകൾ ഉണ്ടാകുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമത്തം പോലെയുള്ള റിപ്പീറ്റഡ് ബിഹേവിയർ അയാളിൽ ഉണ്ടാകുകയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, പരാതികളും വിമർശനങ്ങളും വർദ്ധിക്കുകയാണ് സ്വാഭാവികമാകുന്ന വിധത്തിൽ. പരാതികളും വിമർശനങ്ങളും വർദ്ധിക്കുന്ന സമയത്ത് അവിടെ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ വർക്ക് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇത് പൈശാചികമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ പിശാചിന്റെ ഒരു തന്ത്രമാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള എനർജീസ് പല രീതിയിൽ മനുഷ്യനെ സ്പ്ലിറ്റ് ചെയ്യുവാനും മനുഷ്യന്റെ യൂണിറ്റി തകർത്ത് കളയാനായിട്ടും അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ വർഗീയത നിറയ്ക്കുവാനായിട്ടും ഒക്കെ അങ്ങനെ പല രീതിയിൽ ഈ എനർജി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യൻ മറ്റൊരുത്തനെ വെറുക്കുന്ന സമയത്ത് അവിടെ പൈശാചികത ഉണ്ടാകുകയാണ്. ഇങ്ങനെ പറയുന്ന അവസരത്തിൽ നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുപ്പിന്റെ അവസ്ഥകൾ ഒരുപാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇന്നുള്ള ആളുകളോട് എല്ലാവരും പരസ്പരം സ്നേഹിക്കണമെന്ന് പറയുന്നില്ല. അതിന് പകരമായിട്ട് പരസ്പരം വെറുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നാണ് തോന്നുന്നത്. അപ്പൊ ഈ വെറുപ്പിൻ്റെതായിട്ടുള്ള അവസ്ഥകൾ, ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജനങ്ങൾ, വിഭാഗീയതകൾ, വർഗീയതകൾ മനുഷ്യന്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത് വേറെ ആരുമല്ല, അത് നെഗറ്റീവായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ശക്തികളാണ് എന്നുള്ളതാണ് ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവില് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻക്യുബസ് അല്ലെങ്കിൽ സക്യുബസ് ഈ തുടങ്ങിയ ബീയിങ്സ് ഒക്കെ സ്വപ്നത്തിൽ നൈറ്റ്മെയർസിൽ വരാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഇത് പ്രവർത്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതായിട്ടുള്ള വ്യക്തികളുമായിട്ട് നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതൊക്കെ ചിലപ്പോൾ മനുഷ്യർ സ്വപ്നത്തിൽ കാണാറുണ്ട്. ഇത്തരത്തിൽ മനുഷ്യന്റെ മനസ്സിനെ വളരെയധികം അടിച്ചു വീഴ്ത്താൻ കഴിവുള്ള ബീയിങ്സ് ആണ് ഇവർ. കാരണം ഇവർക്ക് ഈ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി മാറ്റി പ്രത്യക്ഷപ്പെടുവാനായിട്ട് സാധിക്കും, അങ്ങനെ പ്രവർത്തിക്കുവാനായിട്ടും സാധിക്കും. രൂപം മാറി പ്രവർത്തിക്കുന്ന അവസ്ഥ നമുക്ക് അസ്ട്രൽ അനുഭവങ്ങൾ ഇന്നത്തെ കാലത്ത്, പണ്ടൊക്കെ നമ്മൾ ഒരുപാട് യക്ഷിക്കഥകളും പ്രേതകഥകളും ഒക്കെ കേട്ട് വളർന്ന ആളുകളാണ്. പക്ഷെ ഇന്നത്തെ ഈ ആധുനിക കാലത്ത് കരണ്ട് വന്നതോടുകൂടി യക്ഷികളെല്ലാം ഓടി ഒളിച്ചു വന്നതാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥ സംഭവം അങ്ങനെയല്ല. ഇരുട്ട്, മറവ്, നിഴൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സിംബോളിസമാണ്. അത് അസ്ട്രൽ വേൾഡിലേക്ക് ഒരു മനുഷ്യന്റെ ആക്സസ് കിട്ടുന്ന അവസ്ഥയും അസ്ട്രൽ വേൾഡിൽ നിന്നൊരു മനുഷ്യൻ മാറുന്നതായിട്ടുള്ള അവസ്ഥയും ഈ അവസ്ഥകൾ തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ അതീന്ദ്രിയ ശക്തികൾ എപ്പോഴൊക്കെയോ പ്രവർത്തിക്കുന്നു. അത് ചില സമയങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള എനർജീസ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നു, ചില സമയത്ത് അതിനാൽ നമ്മൾ വശംവദപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പോകുന്നു, നമ്മൾ പ്രലോഭനങ്ങളിൽ വീണു പോകുന്നു.
ഇങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥകളെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും മറികടക്കാനായിട്ട് സാധിക്കും. ചില ആളുകൾ തകർന്നു പോകുന്നത് ഈ മറികടക്കുക എന്ന് പറയുന്ന കാര്യം ബ്രില്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അകാരണമായിട്ട് ദുർഗന്ധം വരുന്നു. ഒരാൾക്കോ ഒന്നിലധികം ആളുകൾക്കോ അത് ഫീൽ ചെയ്യുകയാണ്. ഒരാൾക്ക് മാത്രം സ്ഥിരമായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അത് ദുർഗന്ധമായാലും സുഗന്ധമായാലും ഇല്ലാത്ത ഒരു സംഗതി ഫീൽ ചെയ്യുകയാണെങ്കിൽ മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്ക് സാധാരണ എത്താറുണ്ട്. അവര് സാധാരണഗതിയിൽ ഇതിനെ ഒരു സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ ആയിട്ടാണ് പൊതുവെ പറയാനായിട്ടുള്ള സാധ്യത കൂടുതൽ. എന്നാൽ ഇത് അയാളുടെ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് എത്തുകയുമില്ല. എന്നാൽ സൈക്കോളജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഇവിടെയൊക്കെ വീണ്ടും പാരാസൈക്കോളജിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ കൂടെയുള്ള അപ്രോച്ചുകളുടെ റോള് ഒന്നും കൂടെ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ദുർഗന്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് പഴമക്കാർ പറയും പിശാച് വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. പിശാച് വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ദുർഗന്ധം വരുന്നത് എന്നുള്ള രീതിയിൽ. സോ ഇതും ഒരു അടയാളമായിട്ടാണ് ആത്മീയതയിൽ കരുതി പോരുന്നത്. അല്ലെങ്കിൽ ന്യൂ ഏജ് സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലൂടെ പോകുന്ന സമയത്താണെങ്കിലും, നമ്മുടെ പഴയകാലത്തെ വിശ്വാസങ്ങളിലൂടെ പോകുന്ന സമയത്താണെങ്കിലും, മിത്തോളജിയിൽ കൂടെ പോകുന്ന സമയത്താണെങ്കിലും ഒക്കെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ ഡിപ്രസീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടാകുന്നു. ഒരു കാരണവുമില്ലാതെ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു. ഒരു മനഃശാസ്ത്രപരമായതോ അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ളതോ ആയിട്ടുള്ള കാരണം ഒന്നുമില്ലാതെ ഈ കാര്യങ്ങളോടൊപ്പം പെസിമിസവും വറിയും ഉണ്ടാകുന്നു. ഇതൊക്കെ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന സമയത്ത് അവന്റെ ദഹനത്തിനെയും അത് ബാധിക്കാനുള്ള സാധ്യത വളരെയധികമാണ്. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. മനസ്സും ശരീരവും ആത്മാവും എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഇങ്ങനെയുള്ള അവസ്ഥകളും ഈവിൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസിന്റെ അറ്റാക്ക് കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ന് വിശ്വസിച്ചു പോരുന്നുണ്ട്. എസ്പെഷ്യലി ബ്ലാക്ക് മാജിക്കിന്റെ ഒക്കെ എഫക്റ്റ് ആയിട്ട് ആളുകൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് പൊതുവെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഉറക്കത്തിനെ ബാധിക്കുന്നു. റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നേ ഇല്ല. എപ്പോഴും ഒരു സ്റ്റിഫായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് ആയിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ, എപ്പോഴും ആൻഷ്യസ് ആയിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ആകുലതപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ. നമ്മൾ മുൻപുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശാന്തത എന്ന് പറയുന്നത് ഒരു നിധിയാണ് എന്നുള്ള രീതിയിൽ, ദൈവത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹമായിട്ടുള്ള അവസ്ഥയാണ് എന്നുള്ളത്. അതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഒരു നെഗറ്റീവ് ഈവിൾ എൻറ്റിറ്റീസിന്റെ പ്രവർത്തനം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ആത്മീയതയിൽ വിശ്വസിക്കുന്ന അവസ്ഥയിൽ. ആർഗ്യുമെന്റുകളും കോൺഫ്ലിക്റ്റും ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ലാക്ക് ഓഫ് ക്ലാരിറ്റി, ഫോക്കസ് നഷ്ടപ്പെടുന്നതായിട്ടുള്ള അവസ്ഥ, കാര്യങ്ങളെ വ്യക്തതയോടുകൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥയൊക്കെ നെഗറ്റീവ് എനർജീസ് നമ്മളിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന അവസ്ഥകളാണ്. ബന്ധങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. എപ്പോഴും നിരന്തരമായിട്ട് വഴക്കുകൾ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് സെൽഫ് ടോക്കും നെഗറ്റീവായിട്ടുള്ള തിങ്കിങ്ങും ഓവർ തിങ്കിങ്ങും ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പല ലക്ഷണങ്ങളും ഒരുമിച്ചൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ആദ്യം ഒരു അംഗീകൃത മനഃശാസ്ത്രജ്ഞനെ സന്ദർശിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലെ കാര്യങ്ങൾ നോക്കാത്ത ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ പോലും അവർക്ക് ഒരു പരിധിവരെ ഗൈഡൻസ് തരാനായിട്ട് സാധിക്കും. അതിന് വലിയൊരു രഹസ്യവും കൂടിയുണ്ട്. അതായത് മനഃശാസ്ത്രജ്ഞന് മനസ്സ് ബലം കുറയുന്ന അവസ്ഥയിൽ അതിനെ ശക്തിപ്പെടുത്താനായിട്ടുള്ള സഹായങ്ങൾ ഒരു പരിധിവരെ ചെയ്തു തരാനായിട്ട് സാധിക്കും. നമ്മുടെ മനസ്സ് ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ശരീരം, നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ കുറവുകൾ ഉണ്ടായിരിക്കാം, ആ ശരീരവും ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലായിട്ട് നമ്മുടെ ഓറ ശക്തിപ്പെടുകയാണ്. അപ്പൊ നമ്മുടെ ഓറ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഫീൽഡ് തന്നെയാണ്. നമ്മുടെ ഓറയുടെ ശക്തി കുറയുന്ന സമയത്ത് ഈവിൾ ആയിട്ടുള്ള നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഒക്കെ പെട്ടെന്ന് അഫക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓറ ശക്തമായിട്ട് നിൽക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികവുമാണ്. അപ്പൊ എങ്ങനെയായിരുന്നാലും നമുക്ക് ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ തന്നെ ശക്തിയെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്, പ്രിസർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ ഗ്രൗണ്ടഡ് ആകേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെയർ ഫൂട്ട് ആയിട്ട് നഗ്നപാദത്തോടു കൂടി മണ്ണിൽ നടക്കുന്ന സമയത്ത് ഭൂമിയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് നമ്മൾ ഒന്നും കൂടി റീകണക്ട് ആവുകയാണ്. അതുപോലെ തന്നെ മരങ്ങളുടെ ചോട്ടിൽ സമയം ചെലവഴിക്കുന്നതും ശുദ്ധമായി ശ്വസിക്കുന്നതും, അതുപോലെ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള ജലത്തിലുള്ള സ്നാനം, അതുപോലെ തന്നെ ആയുർവേദം അനുശാസിക്കുന്നതായിട്ടുള്ള പല രീതിയിലുള്ള ഹെർബൽ പ്ലാന്റ്സിന്റെ സ്വാധീനം, അവയുടെ ഉപയോഗമൊക്കെ നമ്മുടെ ഓറയെ ശക്തിപ്പെടുത്താനും നെഗറ്റീവ് എനർജീസിനെ അകറ്റി നിർത്താനായിട്ടും സഹായിക്കുമെന്നാണ് പൊതുവെ വിശ്വസിച്ചു പോരുന്നത്. ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള സൊല്യൂഷൻസും അതുപോലെ തന്നെ നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള സൊല്യൂഷൻസും ഒക്കെ നമ്മുടെ ചുറ്റിനുള്ള ആളുകൾ പല രീതിയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ടായിരിക്കും. നെഗറ്റീവ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഊർജ്ജത്തിനെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട്, പോസിറ്റീവായിട്ടുള്ള എനർജിയെ നമ്മളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഫില്ല് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നെഗറ്റീവ് എനർജീസിനെ നമുക്ക് അകറ്റിക്കളയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇമേജറി അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യുക. നമ്മളിൽ നിന്ന് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എൻറ്റിറ്റീസ് ഒരു സ്പിരിച്വൽ വാർഫെയറിൽ കൂടെ പുറത്തേക്ക് പോകുന്നതായിട്ടും അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസിനെ നമ്മൾ ചെറുക്കുന്നതായിട്ടും നമ്മൾ നമ്മുടെ ആത്മാവിനെ അല്ലെങ്കിൽ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്.
കാരണം വാട്ട് എവർ വി വിഷ്വലൈസ് ബിലോങ്സ് ഇൻ അനദർ ഡയമെൻഷൻ എന്നാണ് പറയുന്നത്. മറ്റൊരു ഡയമെൻഷനിലുള്ള കാര്യങ്ങളാണ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ചില ആത്മീയ വീക്ഷകർ പറയുന്നത്. ഒരു രക്ഷയുമില്ലാത്ത പക്ഷം നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പരീക്ഷിച്ചു നോക്കുന്നതും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഒരുപാട് സൊല്യൂഷൻസ് നമുക്ക് സ്വയം കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്ക് സഹായം ആവശ്യമാണ്, നമ്മുടെ മനസ്സിന്റെ പിടിവിട്ട് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു മനഃശാസ്ത്രജ്ഞനെ കാണുന്നതിൽ യാതൊരു വിമുഖതയും ഉണ്ടാകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഏതെങ്കിലും റിലീജിയസ് പീപ്പിളിനെ കൊണ്ടോ അല്ലെങ്കിൽ സ്പിരിച്വൽ ഫിഗേഴ്സിനെ കൊണ്ടോ ഇതിനെയൊക്കെ ഡീൽ ചെയ്യുന്നതിനോട് ഉപരിയായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലും കൂടെ ഇതിനെ സമീപിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം മെറ്റാഫിസിക്സിനും പാരാസൈക്കോളജി എന്ന് പറയുന്ന രണ്ട് വിഷയങ്ങൾ നമ്മുടെ ചുറ്റിനുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിന് വളരെയധികം കോൺട്രിബ്യൂഷനും എക്സ്പ്ലനേഷൻസും നൽകാനായിട്ട് സാധിക്കും. നമുക്ക് കാര്യങ്ങളെ കുറേ കൂടെ ലോജിക്കലി ഇവാലുവേറ്റ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ നമ്മളായിരിക്കുന്ന ഭൗതികമായിട്ടുള്ള മാനങ്ങളിലേക്ക് നമ്മൾ അതീന്ദ്രിയമായിട്ടുള്ള കഴിവുള്ള ജീവികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് അതീന്ദ്രിയമായിട്ടുള്ള തലങ്ങളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. നമ്മൾ ഭൂമിയിൽ കെട്ടുന്നതെന്തും സ്വർഗത്തിലും കെട്ടപ്പെടും, അല്ലെങ്കിൽ ഭൂമിയിൽ അഴിക്കുന്നതെന്തും സ്വർഗത്തിലും അഴിക്കപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള അടിമത്തത്തിനപ്പുറത്തേക്ക് ആത്മീയമായിട്ടുള്ള രീതിയിലും കൂടെ കാര്യങ്ങളെ ഒരു ബോധമണ്ഡല വികാസത്തിന്റെ അവസ്ഥയിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് ജ്ഞാനോദയത്തിലേക്കുള്ള യാത്ര കൂടുതൽ ഊർജത്തോടെയും സന്തോഷത്തോടും കൂടി പോകാനായിട്ട് സാധിക്കട്ടെ. പോസിറ്റീവ് എനർജി ഫില്ല് ചെയ്ത് മറ്റുള്ളവരിലേക്കും ആ പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.